ഈ ഭയങ്കര തിരക്കാട്ടോ തഞ്ചാവൂർ. സെറ്റപ്പ് യാത്ര കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങോട്ട് സ്ഥലത്തിൻ്റെ വ്യൂസൊക്കെ നോക്കിയേ. പശുവിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. രാമേശ്വരം 70 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എണ്ണ നോക്കി നിങ്ങൾ. ഗായ്സ് അഗൈൻ ബാക്ക് ടു റൈഡ്. നമ്മളിവിടുന്ന് രാമേശ്വരം പോവാണ്. അപ്പോൾ നമ്മളിന്ന് ഹോട്ടൽ ഇതാണ്. ഇപ്പുറത്തുനിന്നാണ് നമ്മൾ ജിഗർദണ്ഡ കുടിച്ചത്. കിട്ടിലും ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എവിടെ നിന്നായാലും. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം 11:40. നമുക്ക് ഇവിടുന്ന് 236 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തേക്ക്, അതായത് 4.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഈ ഭയങ്കര തിരക്കാട്ടോ തഞ്ചാവൂർ. ഭയങ്കര ബ്ലോക്കായാലും ആൾക്കാരായിരിക്കും നല്ല തിരക്കാണ്. ഓണടിയാണ് സഹിക്കാൻ പറ്റാത്തത്. ബസ്സിൻ്റെ ഓണൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചൂടൊക്കെ പൊട്ടിപ്പോവും. നമ്മൾ ഔട്ടർ എത്തി. നാഗപട്ടിനം 82, മണ്ണാർക്കുടി 37, 10 കോട്ടയം 44, തിരിച്ച് 57. നമുക്ക് 10 കോട്ടയാണ് പോകേണ്ടത്. 10 കോട്ടയം 44 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് 44 കിലോമീറ്റർ 10 കോട്ട വഴി പോയിട്ട് നമ്മൾ പോകുന്നത് കോസ്റ്റൽ ഏരിയക്കാണ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ ഔട്ടർ എത്തിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സമാധാനമുണ്ട്. സൗണ്ടും പൊല്യൂഷനൊക്കെ ആയിട്ട് അത്യാവശ്യം സെറ്റാണ്. ഗായ്സ് ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ചെറിയ വെയിലും ഉണ്ട്, ചെറിയ മഴയും ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ നല്ലോണം പെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ എടുത്ത് ഉള്ളിൽ വെക്കേണ്ടി വരും. നമ്മൾ 2 ഭാഗത്തും നല്ല വയലിൻ്റെ നടുക്ക് കൂടിയാണ് പോകുന്നത്. അത് അവിടെയൊക്കെ നല്ല മഴ കേട്ടോ, മഴക്കാറുണ്ടോ. ഇവിടെ ഇങ്ങോട്ടുള്ള വെയിലാണ്. ഇടക്കിടക്ക് പാച്ച് വർക്കെല്ലാം ആയിട്ട് ഭയങ്കര സീന് റോഡാണ്. ഒരു നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 60-ൽ തന്നെ കുറച്ച് ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ കവറപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല ഇന്ന്. ഗായ്സ് കുറച്ച് ഇങ്ങോട്ട് എത്തിയേ. നല്ല ക്ലൈമറ്റ്, 2 സൈഡും നോക്കിയാൽ നല്ല അടിപൊളി കൃഷി, നല്ല റോഡ്, സെറ്റപ്പ് യാത്ര കേട്ടോ, ഒരു രക്ഷയില്ല. വലിയ വണ്ടിയില്ല ഈ റോഡിൽ. നമ്മൾ ഈ അവിടുന്ന് തഞ്ചാവൂരിൽ നിന്ന് ഈ ഹൈവേ കയറിയ മുതൽ വലിയ തിരക്കൊന്നുമില്ല. നോർമൽ വണ്ടി, ചില സമയം വണ്ടിയൊന്നും ഉണ്ടാവില്ല, ചില സമയം ഇങ്ങനെ വണ്ടി ഓരോന്നായിട്ട് പാസ് ചെയ്ത് പോകും. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. മഴ പെയ്യുന്നുണ്ട് ബാക്കിലേറ്റം. ഇങ്ങോട്ട് മഴ കിട്ടുമോ അറിയില്ല. 2 സൈഡിലും നല്ല കൃഷിയൊക്കെ ആയിട്ട് നല്ല വില്ലേജ് സൈഡിലേക്ക് കൂടി നല്ല ടൗണിലേക്ക് കൂടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. നേരത്തെ മുതലേ ചെറിയ രീതിയിൽ മഴ പാറുന്നുണ്ട്. നമ്മളിങ്ങനെ പോവാണ്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 കോട്ട എത്തും. അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റൽ ഏരിയ കിട്ടും. കോസ്റ്റൽ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴോട്ടേക്ക്, അതായത് റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ രാമേശ്വരം ഒക്കെ വേണമെങ്കിൽ ഇതിൽ കട്ട് ചെയ്തിട്ട് നേരെ രാമേശ്വരം കയറാം. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. തഞ്ചാവൂരിൽ നിന്ന് നമുക്ക് അതിലേക്ക് കൂടെ എങ്ങനെ കയറാൻ വഴിയുണ്ട്. ആണെങ്കിൽ നമുക്ക് കോസ്റ്റൽ അതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം 10-20 കിലോമീറ്റർ കോസ്റ്റൽ ഏരിയ കിട്ടും. ഇതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10-90 കിലോമീറ്റർ അടുത്ത് കോസ്റ്റൽ ഏരിയ കൊടുത്തിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് തരണം. കറക്റ്റ് കിലോമീറ്റർ അറിയില്ല, അവിടെ പോയിട്ട് നോക്കണം എത്ര കിലോമീറ്റർ നടന്ന് രാമേശ്വരത്തേക്ക് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 10 കോട്ട വഴി നേരെ കോസ്റ്റൽ ഏരിയ, നേരെ ക്രോസ്. ഗായ്സ് 10 കോട്ട ടൗണ് കഴിഞ്ഞ് ഇത് ഇറങ്ങി. അത്യാവശ്യം വലിയ ടൗണ്, അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ മണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കടൽ കണ്ടിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് രാമേശ്വരത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ മഴക്കാറാണ്. നേരത്തെ മുതലേ ചെറുങ്ങനെ പൊടിയുന്ന മഴയാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. നമ്മളുടെ ട്യൂസ്ഡേ മാർക്കറ്റ് പോലത്തെ മാർക്കറ്റ് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇത് 2ാമത്തെ റെയിൽവേ ക്രോസാണ്. നമുക്കൊന്ന് കൊള്ളി ഹിൽസിൽ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു. കൊള്ളി ഹിൽസ് പോകുന്ന ഒരു റെയിൽവേ ക്രോസ് കിട്ടി. ഇപ്പോൾ ഒരു റെയിൽവേ ക്രോസ്. ഇത് 2ാമത്തെ റെയിൽവേ ക്രോസാണ് ഗൈസ്. ഇങ്ങനെ ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. ഇതാ ഫുൾ വയലാണ് ഗായ്സ്. ഇങ്ങോട്ട് സ്ഥലത്തിൻ്റെ വ്യൂസൊക്കെ നോക്കിയേ. ഫുള്ള് നെല്ല് കേട്ടോ, ആ ഭാഗത്തും എവിടെയൊക്കെ ആയിട്ട്. ഈ ഒരു ഭംഗി കിട്ടാൻ ചാൻസ് മിക്കവാറും ഈ വെതറാണ്. അത്യാവശ്യം നല്ല വെതറാണ്. മഴ പെയ്തിട്ട് പോയതാണോ അല്ലെങ്കിൽ മഴ പെയ്യാൻ നിൽക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. അത്യാവശ്യം റോഡിൽ വെള്ളം കാണുന്നുണ്ട്. പെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തായാലും പോവും, അത് വേറെ കാര്യം. പൊതുവേ ചൂടാണ്. തഞ്ചാവൂർ മുതൽ ഇങ്ങോട്ടേക്ക് ചൂടാണ്. ഈ ഒരു കാലാവസ്ഥയായതുകൊണ്ട് അത്യാവശ്യം റൈഡ് ചെയ്യാനും നല്ല രസമുണ്ട്. നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതുണ്ടോ. ഈ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് കൂടി പോകുമ്പോൾ ആ ഒരു കുറുമേൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ഗായ്സ് ഇത് ജസ്റ്റ് ഒരു കാടാണെങ്കിലും ആ ഒരു കാടിൻ്റെ വ്യൂസൊക്കെ, ചെറിയൊരു പാലം, ഫുള്ള് ഈ ടൈപ്പ് പുല്ല്, ഇവിടെ വെള്ളം പാസ് ചെയ്യുന്ന
പൈപ്പ്, അതിലേ കൂടി വെള്ളം പാസ് ചെയ്യുന്നുണ്ട് അടിയിലേ കൂടി കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ നൊര അവിടെ കാണാൻ പറ്റും. ഉണ്ടോ ആടിന് വയ്ക്കുന്ന ആൾക്കാർ. ഫുള്ളും മഴയെല്ലാം പെയ്തിട്ട് പോയതാ കേട്ടോ. ഇനി രാമേശ്വരം 181 കിലോമീറ്റർ ഉണ്ട്. രാമേശ്വരത്തേക്ക് നമുക്ക് പോകേണ്ടത് ആ രാമനാഥപുരം കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അവിടത്തേക്ക് 129 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്താണ് രാമേശ്വരം, കുറച്ച് കിലോമീറ്റർ. അവിടെയാണ് പാമ്പം പാലം കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ധനുഷ്കോടി വരുന്നത്. അപ്പോൾ രാമേശ്വരത്ത് എന്തൊക്കെയുണ്ട്, അതേപോലെ തന്നെ ധനുഷ്കോടി ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ ആണ്. അതാണ് നമ്മളുടെ പോയിൻ്റ്, ലാസ്റ്റ് പോയിൻ്റ്. നല്ല രസമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേറെ ലെവലാണ്. സോളോ റൈഡ്, ഈ ക്ലൈമറ്റ് സൂപ്പർ. ഇപ്പാണ് ക്യാമറ ഫിറ്റാക്കിയത്. ഇത്ര സമയം നല്ല രീതിയിൽ മഴയായിരുന്നു. ഏകദേശം 70-80 കിലോമീറ്റർ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് എത്തി. മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ക്യാമറ എടുത്ത് വെച്ചത്. ഇനി ഇവിടുന്ന് നമുക്ക് രാമേശ്വരത്തേക്ക് വരും 120 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളെ ആ ഒരു മരം കണ്ടോ ബോർഡർ, അത് കഴിഞ്ഞാൽ കടലാണ്. കുറച്ച് അങ്ങോട്ട് നിന്നൊക്കെ കടൽ കണ്ടിരുന്നു, ആണെങ്കിൽ മഴയായതുകൊണ്ട് പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂസൊക്കെ കാണും. അപ്പോൾ ഇവിടുന്ന് 120 കിലോമീറ്റർ പെട്ടെന്ന് രാമേശ്വരത്ത് പോയിട്ട് നമ്മൾ 4 മണിക്ക് എത്തും എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഒരു 5 മണി അങ്ങനെ ആകുമ്പോൾ എത്തും. 1 മണിക്കൂർ ഡിലേ, കാരണം 2-3 സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുത്ത്, പിന്നെ മഴയായിട്ട് മൊബൈലിൽ ചെറുങ്ങനെ വെള്ളം കയറിയിട്ട് അത് മാറ്റി ബാഗിൽ വെച്ച്, അങ്ങനെ കുറച്ച് ഡിലേ ആയപ്പോൾ കുറച്ച് പോയി. തൊണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് മുമ്പായിട്ട് ഫുൾ മീൻ സൈഡിൽ നിന്നൊക്കെ മാർക്കറ്റ് പോലെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് മീൻ, സീ ഫുഡ്, മീൻ വണ്ടി കാണാനാണ് ചാൻസ് കൂടുതൽ. ഇനി എത്തിയിട്ടില്ല. ഇനി നമുക്ക് ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ആ 100 കിലോമീറ്റർ ഈ എണ്ണ കൊണ്ട് എത്തുമോ എന്നറിയില്ല. ഇത് എണ്ണ അടിക്കണമെങ്കിൽ പിന്നെയും ലഗേജൊക്കെ മാറ്റി കെട്ടണം. അതാ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന്. നോക്കട്ടെ, കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട്. ഗൈസ്, നമ്മൾ ഏകദേശം കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് ഈ റോട്ടുമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായി, ആട്, പശു ഭയങ്കര സീനാണ്. നമ്മൾ ഈ ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബോർഡ് ഉണ്ടാവില്ല, മാനിനെ ശ്രദ്ധിക്കണം, കുരങ്ങനെ ശ്രദ്ധിക്കണം, പുലീനെ, ആനേനൊക്കെ. അതേപോലെ ഇവിടെ പശുവിൻ്റെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, പശുവിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ നമ്മൾ ദേവി പട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞ് ഇനി രാമേശ്വരം 70 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. രാമനാഥപുരം 13 ഇല്ലോ അല്ലേ? എൻ്റെ മോനെ ഗായ്സ്, 70 കിലോമീറ്റർ എണ്ണ നോക്കി നിങ്ങൾ. ഈ എണ്ണയിലാണ് 70 കിലോമീറ്റർ ഓടണ്ടേ? എൻ്റെ മോനെ 13 കിലോമീറ്റർ ആണെങ്കിൽ ഞാൻ ഒപ്പിക്കൂ. ഇവിടെ തന്നെയാ. 70 കിലോമീറ്റർ ഒന്നും ഓടൂല രാമേശ്വരം. നമുക്ക് പറ്റുമെങ്കിൽ രാമനാഥപുരം സ്റ്റേ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പമ്പുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം. പമ്പ് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ആൾക്കാരുടെ ഏരിയ ആയിരിക്കണം. വരുന്നവർക്ക് കുറേ പമ്പൊക്കെ കണ്ടു, ആരും ഇല്ലാണ്ട് ആണെങ്കിൽ അതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും പിന്നെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് നമുക്ക് നടക്കില്ല. നമുക്ക് ചെറിയൊരു ടൗൺ, ഇതേപോലത്തെ ടൗണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കാം. നേരത്തെ അവിടെ വലിയൊരു 10-15 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു പമ്പ് എല്ലാം വരുന്നുണ്ട് ഇടക്കിടക്ക്. അപ്പോൾ അതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഗായ്സ്, പിന്നെയും മഴ പെയ്ത് തുടങ്ങി. ഇതുണ്ടോ, നമുക്കറിയാം ഇതിൽ കടൽ നല്ല രീതിയിൽ മഴ വന്നു കേട്ടോ. ക്യാമറ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ എണ്ണ കഴിയാനായി. ഏകദേശം കുറച്ച് കിലോമീറ്ററും കൂടി ഓടിയാൽ നമ്മളെ രാമനാഥപുരം എത്തും. അവിടെ പോയിട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, ഫൈനലി റൂം എടുത്തു. എവിടെയാണ് റൂം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാഥപുരം. ഓക്കെ, ഇവിടുന്ന് രാമേശ്വരത്തേക്ക് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് പമ്പിലൊക്കെ ഭയങ്കര ചളി. ഇവിടുത്തെ വല്ലാത്തൊരു ചളിയാണ്, പെട്ടെന്ന് പെരങ്ങുന്ന ഒരു ടൈപ്പ് ചളിയായതുകൊണ്ട് പമ്പിലൊക്കെ ഒരു വൃത്തികേടാണ്. ഒരു പമ്പ് ചോദിച്ചു, സ്റ്റേ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത് 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ ഒരു 3 ദിവസം കൂടി മഴ ഉണ്ടാവും, അത്യാവശ്യം നിൽക്കാണ്ട് മഴ. നമ്മൾ നേരത്തെ ഉച്ചക്ക് പെയ്ത മഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ചെറുങ്ങനെയുള്ള മഴയാണ് ഫുള്ള്. നമുക്ക് അവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ
രാമേശ്വരമാണ്. അപ്പോൾ വല്ലാത്ത മഴയായിട്ട് ഫുള്ള് നനഞ്ഞു, ഗ്ലൗസൊക്കെ നനഞ്ഞു. അപ്പോൾ സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാമേശ്വരത്ത് പോകുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. ബൈ.